ഒരു പ്രേതകഥ പറയട്ടെ. നോർത്ത് ഇന്ത്യയിൽ മുസോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ ഇത്. പലരും കേട്ട് കാണാൻ ചാൻസ് ഉള്ള ഒരു കഥയാണ്. ആ ഹോട്ടലിനെ കുറിച്ച് ഇതിന് മുൻപ് കേട്ട് പരിചയമില്ലാത്ത ഒരാൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് ആ ഹോട്ടലിൽ ചൂസ് ചെയ്തു. പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ റൂമാണ് ആൾ കിട്ടിയത്. ആദ്യം എല്ലാം നോർമൽ ആയിരുന്നേ. രാത്രി ഒരു 2 മണി സമയമായപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഇയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഒരു മിററിന്റെ ചോട്ടിൽ ഭയങ്കര ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു ഫോറിൻ ലേഡി നിൽക്കുന്ന പോലെ തോന്നി. 90s കാലഘട്ടത്തിലൊക്കെ ഫോറിനേഴ്സ് ഇടുന്ന പോലത്തെ വസ്ത്രമായിരുന്നു ആ കുട്ടി ധരിച്ചിരുന്നത്. ഇയാൾ ശരിക്കും പാനിക്കായി. ഈ പെൺകുട്ടി ഇയാളെ തന്നെ നോക്കി നിൽക്കായിരുന്നു. എന്നാൽ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ആ രൂപം വാനിഷായി പോയിട്ടോ. വെറും തോന്നലായിരിക്കുന്നു വിചാരിച്ച അയാൾ ആ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി. പിന്നീട് പിറ്റേന്ന് ചെക്കൗട്ടിന് പോകുമ്പോഴും സ്റ്റെയർ കേസിന്റെ സൈഡിൽ ഈ പെൺകുട്ടിനെ വീണ്ടും ഇയാൾ കണ്ടു. ഇത് അയാൾ റിസപ്ഷനിൽ ഇൻഫോം ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർ ആരും സർപ്രൈസ്ഡ് ആയില്ല. 1911 ബ്രിട്ടീഷ് ഭരണകാലത്ത് ലേഡി കാർണറ്റ് ഓം എന്ന് പറയുന്ന ഒരു സ്പിരിച്വലിസ്റ്റ് ഇയാൾ താമസിച്ചിരുന്ന അതേ റൂമിൽ വിഷമുള്ളിൽ ചെന്ന് മരിച്ചതായി കണ്ടെത്തി. ആരാണിത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. കുറെ പേരൊക്കെ പറയുന്നത് ആ ഹോട്ടലിന്റെ അന്നത്തെ ഓണറാണ് ഇത് ചെയ്തതെന്നാണ്. എന്നാൽ അത് പിന്നെ ആ ഹോട്ടലിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ ഇവരുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പലരും ഷോർട്ട് ഹെയർ ഉള്ള ഒരു ഫോറിൻ ഗേളിനെ പലയിടങ്ങളിലും നിൽക്കുന്നതായിട്ട് കാണാൻ തുടങ്ങി. ആരൊക്കെയോ ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലെയും ലൈറ്റുകൾ മിന്നുന്നതായും ഡോർസ് ഒക്കെ തന്നെ ഓപ്പൺ ആവുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നാലും ആ ഹോട്ടലിലുള്ളവർക്കൊന്നും പേടിയില്ല കേട്ടോ. ഈ സംഭവം നടന്നിട്ട് ഇത്ര നാളായെങ്കിലും ഇതുവരെ ഇവരാരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് ധൈര്യം ഉണ്ടാവും? കൂടുതൽ ഹൊറർ സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യാം. ബൈ ഓൾ.